സ്തോത്രം കർത്താവേ, സ്തോത്രം. നന്ദി ദൈവമേ, നന്ദി. അഭിഷേകമന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം തുടങ്ങി നമുക്ക് ചിന്തിക്കാം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ വാക്തത്വമാണ്. ഈ പുസ്തകം എഴുതുന്നത് ലൂക്കോസ് എന്ന എഴുത്തുകാരനാണ്. ലൂക്കോസ് സുവിശേഷവും അപ്പസ്തോല പ്രവർത്തനവും എഴുതിയത് ഒരാൾ തന്നെയാണ്. പൗലോസിലൂടെ കർത്താവിനെ അറിയുവാൻ ഇടവന്നയാൾ. അന്ത്യോക്യയിൽ ജനിച്ച് ത്രോവാസിൽ വളർന്ന് ഫിലിപ്പിയിൽ വൈദ്യപഠനമൊക്കെ നടത്തി കർത്താവിനെ അറിയുവാൻ ഇടയായ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു ലൂക്കോസ്. ലൂക്കോസാണ് ഈ അപ്പസ്തോല പ്രവർത്തനം എഴുതുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം മുതൽ നമുക്ക് ചിന്തിക്കുമ്പോൾ, തെയോഫിലുസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. കണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ലൂക്കോസ് എന്ന സുവിശേഷകനിലൂടെ, എഴുത്തുകാരനിലൂടെ കർത്താവ് അപ്പസ്തോല പ്രവർത്തനത്തെ എഴുതുവാൻ ഇടവരുന്നു. ഇവിടെ അപ്പസ്തോല പ്രവൃത്തികൾ എന്ന് പറയുന്നതിനേക്കാൾ ഈ പുസ്തകത്തിന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നാണ് അറിയപ്പെടുവാൻ ദൈവം ഇടയാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അപ്പസ്തോലന്മാരിലൂടെ കർത്താവ് ചെയ്ത കാര്യങ്ങളാണ്. 1-ാമത്തെ അധ്യായം തന്നെ 1-ാമത്തെ വചനം 2-ാമത്തെ വചനത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ദൈവം അപ്പസ്തോലന്മാർക്ക് കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിച്ചു തുടങ്ങിയ സകലത്തെയും കുറിച്ച് അവൻ പഠിപ്പിച്ചു, അവൻ നടത്തി. അത് കഴിഞ്ഞ് 2-ാം വചനം, അവൻ തൻ്റെ കഷ്ടം അനുഭവിച്ച് 40 ദിവസം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, യേശു കർത്താവ് അപ്പസ്തോലന്മാരെ വിളിച്ച് അവർക്ക് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ പറഞ്ഞു കൊടുക്കുവാൻ, താൻ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് തെളിവ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പസ്തോല പ്രവർത്തനത്തില് 1-ാം 2-ാം അധ്യായങ്ങളില് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി അതിശക്തമായി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ 2-ാമത്തെ വചനത്തിൽ യേശു കഷ്ടം അനുഭവിച്ച ആ കഷ്ടതയെക്കുറിച്ച് അവർക്ക് നന്നായി ബോധ്യമുണ്ടാകാൻ ഇടവരും. കാരണം പത്രോസ് കണ്ടതാ യേശു അനുഭവിച്ച കഷ്ടം. യേശുവിനെ പീലാത്തോസിന്റെ അടുക്കലേക്കും ഹെറോദോസിന്റെ അടുക്കലേക്കെല്ലാം കൊണ്ടുപോകുന്നത് കണ്ടതാണ്. ആ കണ്ട പത്രോസ് ആ കണ്ടതുപോലെ തന്നെ ലൂക്കോസ് രേഖപ്പെടുത്തി വെക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ദൈവിക ദൂത്. പരിശുദ്ധാത്മാവിന്റെ ഒരു വാക്തത്വമുണ്ട്. ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വചനഭാഗത്ത്, എന്റെ പിതാവിന്റെ വാക്തത്വം ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് അറിയിച്ചു തരുന്നു. പിതാവിന്റെ വാക്തത്വം ഇതാണ്: നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവോളം നിങ്ങൾ അവിടെ തന്നെ കാത്തിരിക്കണം. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് 40 ദിനരാത്രങ്ങൾ പ്രത്യക്ഷനായിക്കൊണ്ട് അവരുടെ അടുക്കിലേക്ക് കടന്നു വരാൻ ഇടവന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ദൈവിക ആലോചനകൾ മുഴുവൻ പറഞ്ഞു കൊടുത്ത ശേഷമാണ് അവർ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കാൻ ദൈവം ഇടയാക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വേദപുസ്തകം ദൈവം തന്നത് എന്തിനാണെന്നറിയാമോ? യേശു അന്ന് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷനായി പഠിപ്പിച്ചതുപോലെ വേദപുസ്തകം നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മൾ ഈ വേദപുസ്തകം പഠിച്ചിട്ടിരിക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിന് വേണ്ടിയാണ് കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മുഴുവൻ നമുക്ക് പറഞ്ഞു തന്നിട്ട്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് എൻ്റെ നാമത്തെ ഈ ഭൂലോകത്തിലൊക്കെയും പോയി പ്രസംഗിക്കണമെന്ന്
നമ്മോട് കർത്താവ് പറയുന്ന ഒരു ദൈവിക ദൂത് ഇന്ന് ഈ തിരുവഴുത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നുവെങ്കിൽ ഈ വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരോടും ആ കർത്താവ് സംസാരിക്കുന്നത് ഓർക്കണം. കേട്ടിട്ട് നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ഈ വചനം എല്ലാവരുടെ അടുക്കലും എത്തിക്കണം. ഇത് ജീവന്റെ വചനമാണ്. ഈ വചനം ഹൃദയത്തിന്റെ അകത്തേക്ക് ആത്മാവിലൂടെ കടന്നു വന്നാൽ അവിടെ വലിയൊരു അത്ഭുത പ്രവൃത്തി നടക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.